നമസ്കാരം, സുമിയാണ്. ലൈഫ് ഓഫ് ആൻഡ് സുമിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം ഇന്ന് രാവിലെ തന്നെ ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റിൽ നിന്ന് തുടങ്ങാൻ കേട്ടോ. അപ്പം ഞാനും അമ്മയും കൂടിയാണ് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടിയിട്ട് ഇരിക്കുന്നത്. ഇവിടെ ദേ ഇഡ്ഡലി, സാമ്പാർ എല്ലാം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. പക്ഷേ എനിക്കുള്ള സ്പെഷ്യൽ എന്ന് പറയുന്നത് പച്ചവാഴക്ക പുഴുങ്ങിയതും മുട്ട പുഴുങ്ങിയതും പിന്നെ നല്ല മുളക് പൊട്ടിച്ചതുമാണ് കേട്ടോ. വേറെ ഒന്നുമല്ല, ഷുഗർ ആയതുകൊണ്ട് ഈ കാർബോഹൈഡ്രേറ്റ് അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങളൊന്നും കഴിക്കാൻ പറ്റില്ല. അപ്പം അതിൻ്റെ ഒരു കൺട്രോൾ എന്നുള്ള രീതിയിൽ നമ്മളിപ്പോൾ ഇങ്ങനെയൊക്കെയാണ് കഴിച്ചുകൊണ്ടിരിക്കുന്നത് കേട്ടോ. അപ്പോൾ എല്ലാവരും വിചാരിക്കും ഇത് കഴിച്ചാൽ വയറ് നിറയുമോയെന്ന്. പക്ഷെ ഇത് കഴിച്ചാൽ വയറ് നിറയുമെന്ന് വെച്ചാൽ വലിയതായിട്ട് വയറ് നിറയുകയല്ല, ഓക്കെ ഓക്കെ എന്നാണ് കേട്ടോ. കാരണം നമ്മൾ കുറച്ച് കൺട്രോൾ ചെയ്താൽ ബേബിക്കും അത് ഓക്കെ ആയിരിക്കുമല്ലോ, പിന്നെ എൻ്റെ ഹെൽത്തിനും അത് ഓക്കെ ആയിരിക്കും. അപ്പോൾ ഷുഗർ കൺട്രോൾ എന്നുള്ള രീതിയിൽ ഇപ്പം ഇങ്ങനെയൊക്കെയാണ് കഴിക്കുന്നത്. പിന്നെ എന്നും വാഴക്ക പുഴുങ്ങിയതൊന്നുമല്ല കഴിക്കുന്നത്, ഓരോന്നോരോന്നും മാറ്റി മാറ്റി കഴിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇന്നത്തെ ഒരു ബ്രേക്ക്ഫാസ്റ്റ് ഇങ്ങനെയാണ്. അപ്പോൾ ഈ ബ്രേക്ക്ഫാസ്റ്റിൽ നിന്ന് നമ്മുടെ വീഡിയോ തുടങ്ങാം കേട്ടോ. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് ഞാനിവിടെ കുറച്ച് ഡോക്യുമെൻറ്റ്സ് ഒക്കെ എടുത്ത് വെക്കുകയായിരുന്നേ. ബാങ്കിലൊക്കെ പോകാനുണ്ടായിരുന്നു. നമുക്ക് ഹോം ലോണും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ എന്തായി, എന്താ അവസ്ഥ, ഇനി എന്നാണ് അടയ്ക്കാനുള്ള, അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ അന്വേഷിക്കാൻ വേണ്ടിയിട്ട് ബാങ്കിൽ പോകണം. അപ്പോൾ അതിൻ്റെയൊക്കെ പേപ്പേഴ്സും കാര്യങ്ങളൊക്കെ എടുത്ത് വെക്കുകയായിരുന്നു കേട്ടോ. അപ്പോൾ അത് ഞങ്ങൾ ബാങ്കിലെത്തിയിട്ടുണ്ട്. അപ്പോൾ ഞാനും അരുണേട്ടൻ്റെ ചേച്ചിയും ചേച്ചീൻ്റെ ഹസ്ബൻഡും ഞങ്ങളെല്ലാവരും കൂടെ ചേർന്നിട്ടാണ് ബാങ്കിലേക്ക് വന്നിട്ടുള്ളത്. ഹോം ലോണിൻ്റെ കാര്യങ്ങളൊക്കെ അന്വേഷിക്കും വേണം. അതുപോലെ തന്നെ നമ്മുടെ കുറച്ച് ബാങ്കിൽ വേറെ കുറച്ച് പരിപാടികളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അതായത് നമ്മുടെ ഈ SBIൻ്റെ യോനോ ആപ്ലിക്കേഷൻ നമുക്കത് ഓപ്പൺ ആവുമെന്നൊക്കെ ഉണ്ടായിരുന്നില്ല. അങ്ങനത്തെ കുറച്ച് ടെക്നിക്കൽ എറേഴ്സൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ശരിയാക്കാൻ വേണ്ടി ബാങ്കിൽ പോയി. ബാങ്കിലത്തെ പണികളെല്ലാം കഴിഞ്ഞ് ഞങ്ങൾ പുറത്തേക്ക് പോന്നു കേട്ടോ. പുറത്തേക്കല്ല, വീട്ടിലേക്ക് പോന്നു. ഇപ്പോൾ ഇത് വൈകുന്നേരമൊക്കെ ആയപ്പോഴത്തേക്കിനും ഒരു മഴേൻ്റെ ഇങ്ങനെ കാണുന്നുണ്ട് കേട്ടോ. നമ്മുടെ തൊട്ടപ്പുറത്ത് നിൽക്കുന്ന കുറച്ച് മരങ്ങളാണ്. ഭയങ്കരമായിട്ട് കാറ്റടിക്കുന്നുണ്ട് കേട്ടോ. ഇന്ന് നല്ല മഴ പെയ്യുമെന്ന് വിചാരിച്ചുകൊണ്ടിരിക്കുകയാണ്. കാരണം ഭയങ്കര ചൂടായിരുന്നു രാവിലെയൊക്കെ. അപ്പം ഞാൻ ഇങ്ങനെ വിചാരിക്കുകയാണ്, ഒരു മഴയെങ്കിൽ ഒരു മഴ പെയ്തേന്നെങ്കിൽ എന്ത് സുഖമായിരുന്നു എന്നുള്ളത്. കാരണം നമുക്ക് ഈ ചൂടൊന്നും താങ്ങത്തേ ഇല്ല. ഭയങ്കര ചൂട് വരുമ്പോൾ നമ്മൾ വിചാരിക്കും മഴ പെയ്തേന്നെങ്കിൽ എന്ന്. കുറേ മഴ പെയ്യുമ്പോൾ നമ്മൾ വിചാരിക്കും ഒരു വെയിൽ വന്നേന്നെങ്കിൽ ഡ്രസ്സൊക്കെ ഉണങ്ങി കിട്ടുമല്ലോ എന്ന്. അങ്ങനെ കേട്ടോ. ഇക്കരെ നിൽക്കുമ്പോൾ അക്കരെ പച്ച എന്ന് പറയുന്ന ഒരു പഴഞ്ചൊല്ലുണ്ടല്ലോ, അതേപോലെ തന്നെയാണ്. കുറേ മഴ വന്നാൽ നമുക്ക് വെയിൽ വേണമെന്നും, വെയിൽ കുറേ ആയിട്ടുണ്ടെങ്കിൽ മഴ വേണമെന്നുള്ള തോന്നലാട്ടോ. അപ്പോൾ എന്തായാലും ദേ മഴ പെയ്തിട്ടുണ്ട് കേട്ടോ. അതുതന്നെ വലിയൊരു ആശ്വാസം. വലിയ മഴയല്ല, എന്നാൽ കുഴപ്പമില്ലാത്ത രീതിയിൽ ചെറിയ മഴ പെയ്തിട്ടുണ്ട്. അതുതന്നെ വലിയ ആശ്വാസമാണ്. കാരണം ഭയങ്കരമായിട്ട് ഇങ്ങനെ വിങ്ങി നിൽക്കുന്ന സമയത്ത് കുറച്ച് മഴ പെയ്യുമ്പോൾ ഒരു ആശ്വാസം തന്നെയാണ് കേട്ടോ. അപ്പോൾ എന്തായാലും ഇപ്രാവശ്യം എന്തായാലും നല്ലൊരു മഴ കിട്ടിയിട്ടുണ്ട്. ഇപ്പം ഞാൻ ഈ വീഡിയോ ഇടുന്ന സമയത്ത് കേരളത്തിൻ്റെ ഒട്ടുമിക്ക സ്ഥലങ്ങളിലും നല്ല മഴയായിരിക്കും. പക്ഷെ ഞാൻ ഈ വീഡിയോ എടുക്കുന്ന സമയത്ത് നല്ല വേനൽക്കാലമായിരുന്നു കേട്ടോ. ഇത് വേനൽ മഴയാണ് ഇപ്പം ഞാൻ ഈ വീഡിയോയിൽ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ ഇടവപ്പാതീൻ്റെ മഴയല്ല കേട്ടോ കാണിക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് നല്ല ചൂടെടുത്ത സമയത്ത് മഴ കിട്ടിയപ്പോൾ ഒരു ആശ്വാസം. കാരണം ഞാൻ കഴിഞ്ഞ വീഡിയോയിലൊക്കെ പറഞ്ഞ പോലെ തന്നെ ഇത് കുറച്ച് നേരത്തെ എടുത്ത് വെച്ച വീഡിയോസാണ് കേട്ടോ. അതിപ്പോഴാണ് ഞാൻ എഡിറ്റ് ചെയ്തിടുന്നത്. അപ്പോൾ എന്തായാലും മുറ്റമൊക്കെ നന്നായിട്ടൊന്ന് നനയാൻ മാത്രം മഴ പെയ്തിട്ടുണ്ട്. ചെറുതായിട്ടൊന്ന് വരിവെള്ളം എന്ന് പറയില്ലേ, അതായത് കുറച്ച് വെള്ളം കുത്തിയൊലിച്ചിങ്ങനെ പോകുന്നുണ്ട്. മുറ്റത്തിൻ്റെ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് വെള്ളം ഇങ്ങനെ കെട്ടി കിടക്കുന്നുണ്ട്. അതൊക്കെ കാണുമ്പോൾ തന്നെ ഒരു സമാധാനമാണ്. കാരണം കുറച്ച് നേരമെങ്കിൽ കുറച്ച് നേരത്തേക്ക് നമുക്ക് ആ വിങ്ങലൊന്നും ഉണ്ടാവില്ലല്ലോ ചൂടിൻ്റെ. അപ്പോൾ എന്തായാലും നല്ല തകൃതിയായിട്ടൊരു മഴ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ മഴയൊക്കെ പെയ്തതിന് ശേഷം ഇവിടെ കുറച്ച് ചക്കച്ചോളൊക്കെ പറിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. ഈ പച്ചച്ചക്കയൊക്കെ എനിക്ക് കഴിക്കാം, പക്ഷേ ചക്ക പുഴുങ്ങിയത് കഴിക്കാൻ പറ്റില്ല കേട്ടോ. പക്ഷെ ഞാൻ ഈ ഷുഗറാണെന്ന് അറിഞ്ഞതിന് ശേഷം ചക്ക പുഴുങ്ങിയത് കഴിച്ചിട്ടുണ്ട്. അതായത് നമ്മളെ ചക്കപ്പുഴുക്കെന്നൊക്കെ പറയില്ല, തേങ്ങയൊക്കെ ഇട്ടിട്ടുള്ള പച്ചച്ചക്ക കൊണ്ട് ഉണ്ടാക്കണം, അത് കഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നീടാണ് അറിഞ്ഞത് അത് ഷുഗറാണെന്നുള്ളത്. പച്ചയ്ക്ക് ചക്ക കഴിച്ചാൽ കുഴപ്പമില്ല, പക്ഷേ ചക്ക പുഴുങ്ങിയത് കഴിക്കുമ്പോൾ അത് ഷുഗറായിട്ട് മാറും എന്നുള്ളത് പിന്നീടാട്ടോ ഞാൻ അറിഞ്ഞത്. അതിന് ശേഷം പിന്നെ അങ്ങനെ കഴിക്കുന്നത് നിർത്തി കേട്ടോ. ഇപ്പം ഞാൻ ഈ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുന്നത്, അമ്മ വെള്ളം നനയ്ക്കാനൊക്കെ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുന്നത് തൊട്ടടുത്ത ദിവസമാണ്. 1-2 ദിവസത്തെ കണ്ടൻറ്റുകളാണ് ഇന്നത്തെ വീഡിയോയിലുള്ളത്. അപ്പോൾ രാവിലെ അമ്മ ചെടിക്ക് വെള്ളമൊക്കെ നനച്ച് കൊടുത്തിട്ട് ഇപ്പോൾ ഇത് ഞങ്ങൾ ചേമ്പ് പറിക്കാൻ വേണ്ടി വന്നതാണ്. തലേന്ന് നല്ല മഴ പെയ്തിട്ടുണ്ടെങ്കിലും ഇപ്പോൾ മഴ പെയ്തൊരു സ്ഥലമാണെന്ന് പോലും നമുക്ക് തോന്നില്ല.
അങ്ങനെ വെയിലും ഇതായിട്ട് വെള്ളമൊക്കെ വറ്റിപ്പോയിട്ടുണ്ട്. അപ്പോൾ മഴ ഇന്നലെ പെയ്തതുകൊണ്ട് തന്നെ മണ്ണിന് ചെറിയൊരു ഇളക്കമുണ്ട് കേട്ടോ. അതുകൊണ്ട് കളച്ചെടുക്കാൻ കുറച്ച് സുഖമായിരുന്നു. അപ്പം അമ്മ ഇവിടെ ചേമ്പ് നട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്നത് ചേമ്പ് ഹാർവെസ്റ്റിംഗ് ആണ് കേട്ടോ. ഒരുപാട് ചേമ്പ് കിട്ടിയിട്ടുണ്ട്. ഞാൻ കാണിച്ചു തരാം. എന്താ പറയുക, ഒരു അത്യാവശ്യത്തിലധികം ചേമ്പ് കിട്ടിയിട്ടുണ്ട്. ഞാൻ വിചാരിക്കുന്നുണ്ട് ആഫ്രിക്കയ്ക്ക് തിരിച്ചു പോകുമ്പോൾ ഇങ്ങനത്തെ ചേമ്പിൻ്റെ ഒരു കുഞ്ഞി കിഴങ്ങ് കൊണ്ടുപോയിട്ട് നടണമെന്ന്. കാരണം ആഫ്രിക്കയിൽ നമ്മുടെ കൃഷിയിടത്തിൽ ഞാൻ നട്ടിട്ടുള്ളത് ചെറിയ ചേമ്പാണ്. ചേമ്പ് തന്നെ കുറേ തരത്തിലുണ്ടാകുമല്ലോ. അപ്പോൾ ഞാൻ അവിടെ നട്ടിട്ടുള്ളത് കുഞ്ഞി ചേമ്പാണ്. ഇതേപോലെ നീട്ടം വെച്ചിട്ട് വലിയ ചേമ്പില്ലേ, അതല്ല. അപ്പം അതുകൊണ്ട് ഇതിൻ്റെയൊക്കെ ഒരു കുഞ്ഞ് വിത്ത് കൊണ്ടുപോകണം. ഇപ്പോഴൊന്നുമല്ല, പോണ കാലത്തെ കാര്യമായിട്ടാണ് പറയുന്നത്. അപ്പോൾ എല്ലാവർക്കും ഡൗട്ടുണ്ടാവും, സുമി എന്നാണ് ഇനി തിരിച്ച് മാലാവിയിലേക്കെന്ന്. നമ്മുടെ കുഞ്ഞുവാവയൊക്കെ വന്ന് ഏകദേശം കുറച്ച് വലുപ്പമൊക്കെ ആകുമ്പോഴാണ് ഞാൻ ഇനി തിരിച്ച് പോവുള്ളൂ കേട്ടോ. അതുവരെ ഇവിടെ നമ്മുടെ നാട്ടിൽ തന്നെ ഉണ്ടാകും. അപ്പോൾ അതേ അമ്മേൻ്റെ ചേമ്പ് ഹാർവെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഞാൻ പറഞ്ഞില്ലേ കുറേ ചേമ്പ് കിട്ടിയിട്ടുണ്ടെന്ന്. ഇതുണ്ടോ, നല്ല ചേമ്പുകൾ കിട്ടിയിട്ടുണ്ട്. അത്യാവശ്യം നല്ല നീട്ടമുണ്ട് കേട്ടോ. ഇതിപ്പോൾ ഒരൊറ്റ മൂട് ചേമ്പെന്നാണ് ഇപ്പോൾ ഈ കളച്ചെടുക്കുന്നത്. അതായത് നന്നായിട്ട് കളച്ച് കൂടൊക്കെ വെട്ടിയിട്ട് അതിൽ ചേമ്പിൻ്റെ ഇതൊക്കെ നടുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരുപാട് ചേമ്പ് കിട്ടും കേട്ടോ. അപ്പോൾ അതേ കുറേ ചേമ്പിൻ്റെ വിത്തുകൾ കിട്ടിയിട്ടുണ്ട്. ഈ ചേമ്പ് എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള എന്താണെന്ന് വെച്ചാൽ ചേമ്പ് പുഴുങ്ങിയിട്ട് ഉപ്പിട്ട് പുഴുങ്ങിയിട്ട് നല്ല പച്ചമുളകും ചെറിയ ഉള്ളിയൊക്കെ ചതച്ച് ഉപ്പൊക്കെ ഇട്ട് ചതച്ച് അതിൽ വെളിച്ചെണ്ണയൊക്കെ ഒഴിച്ചിട്ട് അതിൽ കൂട്ടി കഴിക്കണം. അതിൻ്റെ ഒപ്പം നല്ല കട്ടൻ ചായയും വേണം, നല്ല ചൂട്. എന്ത് ടേസ്റ്റാണെന്നറിയോ. പക്ഷേ ഇപ്പം എനിക്ക് കട്ടൻ ചായ ഒന്നും കുടിക്കാൻ പറ്റില്ല. പക്ഷേ ചേമ്പും പുഴുങ്ങി തിന്നാൻ പറ്റില്ല. ഞാനിങ്ങനെ പറയുമായിരുന്നു, അതായിരുന്നു ഇഷ്ടമുണ്ടായിരുന്നതെന്ന്. അപ്പോൾ എന്തായാലും ഈ ഒരു മൂട് ചേമ്പ് ഹാർവെസ്റ്റ് ചെയ്തു കേട്ടോ. അപ്പോൾ അമ്മ കുറേ നാളായിട്ട് നിർത്തിയിട്ടുള്ളതായിരുന്നു ചേമ്പ്. ഞങ്ങളൊക്കെ വന്നിട്ട് പറിക്കാമെന്ന് വിചാരിച്ചിട്ട് ചേമ്പും അതേപോലെ ഈ ഭാഗത്ത് ഒരു 2, 3, 4 മൂട് കപ്പയൊക്കെ ഉണ്ടായിരുന്നു. കപ്പയൊന്നും പറിക്കുന്ന വീഡിയോ എനിക്ക് എടുക്കാൻ പറ്റിയിട്ടില്ല. കാരണം ഓരോ സമയത്ത് നമുക്ക് തോന്നുന്ന സമയത്തായിരുന്നു പറിച്ചുകൊണ്ടിരുന്നത്. അതുകൊണ്ട് അത് വീഡിയോ എടുക്കാനുള്ളൊരു ടൈം കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ എന്തായാലും ഒരു ബക്കറ്റോളം, ഒരു 3/4 ബക്കറ്റോളമെങ്കിലും നമുക്ക് ചേമ്പ് കിട്ടിയിട്ടുണ്ട് കേട്ടോ. അത്യാവശ്യം നല്ലോണം ചേമ്പ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇന്ന് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിഞ്ഞിട്ടുള്ള ഞങ്ങളുടെ ഏറ്റവും വലിയൊരു പരിപാടി ചേമ്പ് കളയ്ക്കലായിരുന്നു. പിന്നെ ഈ ഒരു ചേമ്പ് എന്ന് പറയുന്നത് ഒരൊറ്റ മൂളിൽ കിട്ടിയതാണെന്നുള്ളൊരു പ്രത്യേകതയുണ്ട് കേട്ടോ. പിന്നെ ഇതിൻ്റെ തൊട്ടപ്പുറത്ത്, നമ്മുടെ മതിലിൻ്റെ തൊട്ടപ്പുറത്ത് ഞാൻ ഫസ്റ്റത്തെ വീഡിയോയിൽ നാട്ടിലെത്തിയപ്പോൾ കാണിച്ചിരുന്നു കുറേ കപ്പയൊക്കെ നട്ടിട്ടുണ്ടായിരുന്നത്. അതായത് ഒരു പാട്ടകൃഷി എന്നുള്ള രീതിയിൽ കപ്പയൊക്കെ നട്ടിട്ടുണ്ടായിരുന്നു. അതൊക്കെ ഇനി ഹാർവെസ്റ്റ് ചെയ്യുന്ന സമയത്തൊന്നും എനിക്ക് വീഡിയോ എടുത്ത് നിങ്ങളെ കാണിച്ചു തരാൻ പറ്റില്ല എന്നുണ്ട് കേട്ടോ. കാരണം വെച്ചാൽ ഞാനിപ്പോൾ എൻ്റെ വീട്ടിലാണ്. അതുകൊണ്ട് തന്നെ ഇനിയിപ്പോൾ അവിടുത്തെ ഹാർവെസ്റ്റിംഗ് ഒക്കെ നമുക്ക് വീഡിയോ എടുക്കാൻ കഴിയുന്നുണ്ടാവില്ല. അപ്പോൾ എന്തായാലും ഇനി അടുത്ത പ്രാവശ്യം വേറെ കപ്പയൊക്കെ നടുമ്പോൾ നമുക്കത് വീഡിയോ എടുക്കാം കേട്ടോ. ഇപ്പോൾ ഞാൻ ഒരുങ്ങി നിൽക്കണത് ഞങ്ങളെല്ലാവരും കൂടെ പുറത്ത് പോയൊന്ന് ഫുഡ് കഴിക്കാമെന്ന് വിചാരിച്ചിട്ടാണ്. വൈകുന്നേരമായി. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ ഷുഗർ ആയതുകൊണ്ട് വേറൊന്നും കഴിക്കാൻ പറ്റില്ല. എന്നാൽ നാട്ടിൽ വന്നാൽ കുഴിമന്തി കഴിക്കണമെന്ന് ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പോൾ കുഴിമന്തിനെ റീപ്ലേസ് ചെയ്തിട്ട് അൽഫാം കഴിക്കാമെന്ന് വിചാരിച്ചു. അതാകുമ്പോൾ ചിക്കൻ മാത്രമുള്ളല്ലോ, ചിക്കൻ പ്രോട്ടീനുമാണ്. പിന്നെ എണ്ണയിലിട്ട് മുക്കി പൊരിക്കുന്നതല്ല. എന്തൊക്കെ പറഞ്ഞാലും കുറച്ചൊക്കെ നമുക്ക് അതായത് അൽഫാം ആണെന്നുണ്ടെങ്കിൽ കരിഞ്ഞ ഭാഗങ്ങളൊന്നും നമുക്ക് കഴിക്കാൻ പറ്റില്ല. പക്ഷെ എന്നാലും അൽഫാം നമുക്ക് മറ്റേനെ വെച്ചിട്ട് നോക്കുമ്പോൾ ഷുഗർ എന്നുള്ളൊരു സംഭവം വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അൽഫാം കഴിക്കാം കേട്ടോ. അപ്പോൾ വൈകുന്നേരം ഇങ്ങനെ അരുണേട്ടൻ്റെ അനിയൻ കുഞ്ഞൊക്കെ നമ്മൾ വീഡിയോ കോൾ ചെയ്തുകൊണ്ടിരുന്നപ്പോൾ ഞാനിങ്ങനെ പറഞ്ഞു, നാട്ടിൽ വന്നാൽ ഒരു മന്തിയെങ്കിലും കഴിക്കണം എന്ന് വിചാരിച്ചിരുന്നു. ഇപ്പോൾ ഷുഗർ ആയതുകൊണ്ട് ഇപ്പോൾ ഒന്നും കഴിക്കാൻ പറ്റില്ലല്ലോ എന്ന്. അപ്പോൾ അവരാ പറഞ്ഞത്, എന്നാൽ പിന്നെ അൽഫാം കഴിച്ചുകൂടെ, നിങ്ങൾ പോയി കഴിച്ചോ എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ പെട്ടെന്നുണ്ടായ ഒരു പോക്കാണ് കേട്ടോ അൽഫാം കഴിക്കാൻ വേണ്ടിയിട്ട്. കുറേ ദൂരമൊന്നുമല്ല, നമ്മളിവിടുന്ന് ഒരു 10-20 മിനിറ്റേ ഉള്ളൂ എടക്കര എന്ന് പറയുന്ന സിറ്റിയിലേക്ക്. അപ്പോൾ അവിടെ പോയിട്ട് ഒരു അൽഫാമൊക്കെ കഴിക്കാൻ വിചാരിച്ചു. ഞാൻ അൽഫാമും മറ്റൊരു മന്തിയാണ് കേട്ടോ കഴിക്കുന്നത്. അപ്പോൾ ഞങ്ങളെല്ലാവരും പോകാൻ വേണ്ടിയിട്ട് റെഡി ആയിട്ടുണ്ട്. അച്ഛനും അമ്മയൊന്നും വരുന്നില്ല, ഞങ്ങൾ പിള്ളേർ മാത്രമാണ് കേട്ടോ പോകുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ ഇവിടെ കുറച്ച് ദൂരമേ ഉള്ളൂ, അവിടെ പോയിട്ട് കഴിക്കാമെന്ന് വിചാരിച്ചിട്ടാണ് പോകുന്നത്. ഞാൻ എന്തായാലും വെള്ളമൊക്കെ എടുത്തിട്ടാണ് പോകുന്നത്. ഇപ്പോൾ ഈ പ്രഗ്നൻസി സ്റ്റാർട്ട് ചെയ്തേരെ പുറത്തൊന്നും വെള്ളമൊന്നും കുടിക്കാറില്ല, തിളപ്പിച്ചാറിയ വെള്ളമാണ് കേട്ടോ കുടിക്കാറുള്ളത്. അതായത് ഡയറക്റ്റ് കിണറ്റിലെ വെള്ളം പോലും കുടിക്കാറില്ല കേട്ടോ. എന്തോ അതൊന്നും കുടിക്കാനുള്ള താല്പര്യമില്ല. പിന്നെ കുറച്ചും കൂടി ഒരു സേഫ്റ്റി എന്ന് പറയുന്നത് നമ്മൾ തിളപ്പിച്ചാറിയ വെള്ളം കുടിക്കുന്നതാണല്ലോ. അപ്പോൾ ഞങ്ങളെല്ലാവരും ഇറങ്ങി പോകാൻ വേണ്ടിയിട്ട് വണ്ടിയിൽ ചെറിയൊരു പൊടിയൊക്കെ ഉണ്ട് കേട്ടോ. കഴുകാനുള്ള നേരം കിട്ടിയിട്ടില്ല. കാരണം ചേച്ചിയൊക്കെ ബാംഗ്ലൂർ പോയി വന്നതേ ഉള്ളായിരുന്നു. അപ്പോൾ അന്ന് വൈകുന്നേരം തന്നെ ഞങ്ങളും ഇങ്ങനെ പുറത്ത് പോകണേം കൊണ്ട് കഴുകിയതൊന്നുമില്ല, ഇനി പോയി വന്നിട്ട് കഴുകാമെന്ന് വിചാരിച്ചിട്ട് ഞങ്ങളെല്ലാവരും കൂടെ പോവുകയാണ് കേട്ടോ. പോയിട്ട് അവിടുത്തെ വിശേഷങ്ങളൊക്കെ കാണാം.
അപ്പോൾ ദേ ഞങ്ങൾ പോണ വഴിക്ക് മിന്നുവിനെ കൂടെ കൂട്ടുകയാണ്. മിന്നു എന്ന് പറയുന്നത് അരുണേട്ടൻ്റെ കൊച്ചച്ഛൻ്റെ മോളാണ് കേട്ടോ. അപ്പോൾ ചിന്നു വണ്ടിയിലുണ്ട്, അവൾ വീട്ടിലുണ്ടായിരുന്നു. അപ്പോൾ അവളെ കൂട്ടി മിന്നുവിനെ ദേ കൊച്ചച്ഛൻ ഇവിടെ കൊണ്ടുവന്നാക്കിയിട്ടുണ്ട്. എന്നിട്ട് കൊച്ചച്ഛൻ തിരിച്ചു പോവുകയാണ്. അപ്പോൾ ഞാൻ ഇങ്ങനെ പുറത്തേക്ക് ഇങ്ങനെ വീഡിയോ എടുത്തുകൊണ്ടിരുന്നപ്പോഴാണ് ശ്രദ്ധിച്ചത്, നമ്മുടെ ഗ്ലാസ്സിലൊക്കെ കുറച്ച് എന്താ പറയുക, കുറച്ച് എണ്ണമെഴുക്ക് പോലത്തെ ഒരു സംഭവമൊക്കെ ഉണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ചേച്ചിയൊക്കെ ലോങ് ഡ്രൈവ് പോയി വന്നതിന് ശേഷം അപ്പം തന്നെ ഞങ്ങൾ വണ്ടി എടുക്കുകയും ചെയ്തു. കഴുകാനുള്ളൊരു സമയം കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ടാണ് കേട്ടോ വീഡിയോ ഒന്നും ക്ലിയർ ആയിട്ട് കാണാത്തത്. അപ്പോൾ അതേ ഞങ്ങളങ്ങനെ വന്ന് എടക്കരയിൽ എത്തിയിട്ടുണ്ട്. എടക്കരയൊക്കെ ഫുള്ള് ലൈറ്റ് ഓണായി കിടക്കുക. ഐ മീൻ ലൈറ്റ് ഓണായി കിടക്കുകയെന്ന് വെച്ചാൽ ഭയങ്കര ഒരു ആഘോഷത്തിൻ്റെ പോലത്തെ ഒരു പ്രതീതിയാണ്. എനിക്കങ്ങനെ തോന്നാൻ കാരണം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ മലാവിൽ രാത്രിയിലൊന്നും അങ്ങനെ ഔട്ടിങ്ങിന് പോവാറില്ലല്ലോ. പോയാൽ തന്നെ ഇത്രയധികം ലൈറ്റൊക്കെ ഉള്ളൊരു ലോകം കാണുന്നുമില്ല. കാരണം നമ്മൾ മലാവിൽ കുറച്ച് ഉള്ളിലേക്കാണല്ലോ താമസിക്കുന്നത്. സിറ്റിയിലൊക്കെ ആണെങ്കിൽ ഇതേപോലെ തന്നെ ആയിരിക്കും കേട്ടോ. അപ്പോൾ അങ്ങനെ രാത്രിയിൽ ഇവിടെ കഴിക്കാൻ വരുമ്പോൾ അതൊക്കെ കാണുമ്പോൾ തന്നെ നമുക്ക് ഭയങ്കര സന്തോഷമാണ്. എപ്പോഴെങ്കിലുമൊക്കെ നാട്ടിൽ വരുമ്പോൾ കിട്ടണ ഓരോ കാര്യങ്ങളാണുള്ളത്. ശരിക്കും പറഞ്ഞാൽ അരുണേട്ടനും കുഞ്ഞൊക്കെ കൂടെ വേണമെന്ന് കേട്ടോ, എന്നെങ്കിലേ കുറച്ചൊക്കെ ഒരു അടിപൊളി ആകും ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ ഇപ്പോൾ കുഴപ്പമില്ല, ഞങ്ങളെല്ലാവരും ഉണ്ടല്ലോ. അപ്പോൾ എന്തായാലും ഞങ്ങളവിടെ കഴിക്കാൻ വേണ്ടിയിട്ട് എവിടെ ഇപ്പോൾ ഏത് റെസ്റ്റോറൻറ്റ്, മുസ്ബല എന്ന് പറഞ്ഞ റെസ്റ്റോറൻറ്റ് ഉണ്ട്, അവിടെയാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ദേ വന്ന് ഫുഡൊക്കെ ഓർഡർ ചെയ്ത് ഫുഡൊക്കെ കിട്ടി. എല്ലാവരും ഫുഡൊക്കെ കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതെന്താ ഹണി ചിക്കൻ അൽഫാമോ അങ്ങനെ എന്തോ ആണ് കേട്ടോ. ഹണി ചിക്കൻ മന്തിയോ അങ്ങനെ എന്തോ ആണ്. ഞാനെന്തായാലും അൽഫാമാണ് കേട്ടോ പറഞ്ഞിട്ടുള്ളത്. ഞാനും ചേച്ചീൻ്റെ ചെറിയ മോനുണ്ട് ദച്ചു, ഞങ്ങൾക്ക് 2 പേർക്കും അൽഫാമാണ് കേട്ടോ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അവന് കുബൂസിന് ഞാൻ 2 കണ്ണും മൂക്കും വായൊക്കെ വരച്ചു കൊടുക്കുകയായിരുന്നു കേട്ടോ. നമ്മുടെ ടൊമാറ്റോ പേസ്റ്റ് ഉണ്ടല്ലോ, അതുകൊണ്ട് വെറുതെ ഒന്ന് ഹാപ്പി ആക്കാമെന്ന് വിചാരിച്ചിട്ട്. അപ്പോൾ അത് 2 കണ്ണ്, ഒരു മൂക്ക്, ഒരു വായ ഒക്കെ വരച്ചു. പിന്നെ റൗണ്ടിലും കുറച്ച് വരച്ചു കൊടുത്തിട്ടുണ്ട്. അവനതാണ് കേട്ടോ ഇഷ്ടം. അപ്പോൾ അത് അവൻ്റെ ഫുഡെല്ലാം റെഡി ആയിട്ടുണ്ട് കേട്ടോ. പിന്നെ അവൻ്റെ ഫുഡ് മാത്രമല്ല എല്ലാവരുടെ ഫുഡും റെഡിയായി, എല്ലാവരും കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ ഈ ഹോട്ടലിൽ വന്നപ്പം ഓക്കെയാണ്, ഫുഡൊക്കെ ടേസ്റ്റ് ഉണ്ട്. പക്ഷെ ഇവർ ഈ അൽഫാമിൻ്റെയൊക്കെ സൈസ് ആണെങ്കിലൊക്കെ വളരെ ചെറുതാണ്. നമ്മൾ കൊടുക്കുന്ന പൈസയ്ക്കുള്ളതൊന്നും ആ ഒരു ഈ അൽഫാമിൻ്റെ സൈസിൽ കാണാനില്ല കേട്ടോ. കാരണം അത്രയും ചെറിയ പീസസൊക്കെയാണ് ഇവിടെ കിട്ടുന്നത്. അപ്പോൾ ദേ ഞാനൊരു സ്പൂൺ ചോറെടുത്തിട്ടുണ്ട്, വെറുതെ കണ്ടപ്പോൾ കഴിക്കാമെന്ന് വിചാരിച്ചു. അന്നേരം ഷുഗറിൻ്റെ കാര്യമൊക്കെ മറന്നിട്ടുണ്ട് ഞാൻ. പിന്നെ നമ്മൾ അങ്ങനെയാണല്ലോ, കാണുമ്പോൾ ഒരു സ്പൂണൊക്കെ കഴിക്കും. അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് പുറത്തിറങ്ങി ഇനിയിപ്പോൾ നേരെ തിരിച്ച് വീട്ടിലേക്ക് പോവുകയാണ്. അപ്പോൾ 2 ദിവസത്തെ ഒരു കുഞ്ഞു വ്ളോഗാണ് കേട്ടോ ഇന്നത്തെ ഉണ്ടായിരുന്നത്. തുടർച്ചയായിട്ടും കണ്ടിന്യൂസ് ആയിട്ട് എടുക്കണം എന്നൊക്കെ വിചാരിക്കും വ്ളോഗ്, പക്ഷെ പല കാരണങ്ങൾ കൊണ്ടും അത് നടക്കാറില്ല. എന്തായാലും മറ്റൊരു വ്ളോഗായിട്ട് അടുത്തൊരു എപ്പിസോഡിൽ വരാം. അതുവരേക്കും ടാറ്റാ, ബൈ ബൈ.